ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഇലക്ട്രീഷ്യൻ എക്സാം ഡേറ്റ് മാറ്റിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. 21 നവംബർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ലൈൻമാൻ്റെ എക്സാം അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസ് നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരീസ് 30 ആണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ ഡെയിലി നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. എല്ലാവരും അതിലും വരിക. ഇന്ന് നമുക്ക് 3 ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിലെ ഡിഫറൻറ്റ് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 6th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത മിഷൻ LDC 2021 45 ഡേയുടെ ബാച്ച് കോഴ്സാണ് ഫോർ LDC മെയിൻ എക്സാം. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ 50 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LGS മെയിൻ എക്സാം 10th ലെവൽ 7th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് 6 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 10th ലെവൽ 6th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ആരംഭം ഫൗണ്ടേഷൻ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻസ് ആണ്, 30 മിനിറ്റ്സ്. ഓക്കെ, 1, 8, 15, 22, 29 ഒക്ടോബറിലാണ് 10 PM to 10:30. സോ LDC LGS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റാണ്. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. അതിൽ നിങ്ങൾ പങ്കെടുക്കുക, ഫ്രീ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും കിട്ടും. ഓക്കെ, മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മന്ത്ലി ഫീസിൽ നിന്നും 10% ഓഫ് കിട്ടും. അതുപോലെ ഇപ്പോൾ ഒക്ടോബറിൽ ഒരു ബമ്പർ ഓഫറാണ് 12+2 കോംബോ. 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസവും കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഈ ഒരു ഓഫർ 6th to 10th ഒക്ടോബർ വരെ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. LDC LGS അതുപോലെ തന്നെ റിസർച്ച് ഓഫീസർ അസിസ്റ്റൻറ്റ്, അതുപോലെ LD ടൈപ്പിസ്റ്റ്, ഈ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്കൊക്കെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 3 ലൈവ് ക്ലാസ്, നമ്മുടെ ഡെയിലിയുള്ള ലൈവ് ക്ലാസ്സിനും എല്ലാവരും വരിക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2018 ക്വസ്റ്റ്യൻ കോഡ് 098/2018 ആണ്. നമ്മൾ 2016 ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏകദേശം ഒരു 8 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ്. അതുപോലെ 2017 ഒരു 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അത് ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ നമ്മളടുത്ത് 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ആംബിയർ അവർ കിലോവാട്ട് അവർ. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി കിലോവാട്ട് അവർ. 22ാമത്തെ ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഓൺ എ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഓൺ എ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ. എന്തിൻ്റെ ആയിരിക്കും? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബോഡി ആണോ, പാത്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ ബോഡി ആണോ, ഡ്യൂറേഷൻ ഓഫ് ഇലക്ട്രിക് ഷോക്ക് ആണോ, ഇറ്റ് ഈസ് ഓൾ ഓഫ് ദി അബോ, എല്ലാം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദി ഫോളോയിങ് കോമ്പണന്റ് ഈസ് എ പാസീവ് ഡിവൈസ്. ഏതാണ് പാസീവ് ഡിവൈസ്? ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണോ, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണോ, എയർ കോർ ഇൻഡക്ടർ ആണോ, സെനർ ഡയോഡ്? പാസീവ് എന്ന് പറയുമ്പോൾ RLC അല്ലേ, RLC പാസീവ് ഡിവൈസ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ആർമറിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് കേബിൾ ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ്. ആർമറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറി. ദ മെയിൻ സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ഫ്യൂസ് ഇൻ ബോത്ത് ലൈൻ ആൻഡ് ന്യൂട്രൽ ആണോ, എ ലിങ്ക് ഇൻ ദ ലൈൻ ആൻഡ് എ ഫ്യൂസ് ഇൻ ദ ന്യൂട്രൽ ആണോ, എ ഫ്യൂസ് ഇൻ ദ ലൈൻ ആൻഡ് എ ലിങ്ക് ഇൻ ദ ന്യൂട്രൽ ആണോ, നൺ ഓഫ് ദീസ്. എന്തിനായിരിക്കും? മെയിൻ സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് ടു ബി പ്രൊവൈഡ് വിത്ത് എ ഫ്യൂസ് ഇൻ ദ ലൈനും ആൻഡ് ലിങ്ക് ഇൻ ദ ന്യൂട്രലും ആയിരിക്കും. ഓക്കെ, അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിറ്റ് ഈസ് ദ കറക്റ്റ് വൺ ഫോർ റിയാക്റ്റീവ് പവർ? റിയാക്റ്റീവ് പവറിൻ്റെ കറക്റ്റ് യൂണിറ്റ് ഏതാണ്? ഇറ്റ് ഇസ് കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഹൈ ട്രാൻസ്മിഷൻ ഓവർ ഹെഡ് കണ്ടക്ടർ ഓൺ സ്ട്രേറ്റ് റണ്ണിംഗ് ഓഫ് പോൾസ്. ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് ഹൈ ട്രാൻസ്മിഷൻ ഓവർ കണ്ടക്ടർ ഓൺ സ്ട്രേറ്റ് റണ്ണിംഗ് ഓഫ് പോൾസ്? ഏതായിരിക്കും? പോസ്റ്റ് ആണോ, പിൻ ഇൻസുലേറ്റർ ആണോ? ഓക്കെ, പിൻ ഇൻസുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വാട്ടർ പമ്പ് ലിഫ്റ്റ് ലെസ് വാട്ടർ ദാൻ ഏർലിയർ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ് ഫോൾട്ട്? എന്തായിരിക്കും? നേരത്തെ കാട്ടിയും വെള്ളം കുറച്ച് ലിഫ്റ്റ് ചെയ്യത്തുള്ളൂ, കാരണം അതിൻ്റെ ഇമ്പല്ലർ ഡാമേജ്ഡ് ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ എനർജി മീറ്റർ ദ ഹോൾസ് ഓഫ് ദി അലുമിനിയം ഡിസ്ക് ഹെൽപ്സ് ടു. എന്ത് ഹോൾസ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ടു പ്രിവെൻറ്റ് ക്രീപ്പിംഗ് എറർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ് ടു ഡിസ്കണക്ട് ദി സപ്ലൈ ഫ്രം. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ് ടു ഡിസ്കണക്ട് ദി സപ്ലൈ ഫ്രം. ഏത് ഫോൾട്ട്? ഷോർട്ട് സർക്യൂട്ട്, ഗ്രൗണ്ട് ഫോൾട്ട്, ഓപ്പൺ സർക്യൂട്ട്, ഓവർലോഡ്. ഏത് ഫോൾട്ടാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഗ്രൗണ്ട് ഫോൾട്ട്. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ ദ കെമിക്കൽസ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദി ബ്രീത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, സിലിക്ക ജെൽ. 32ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്വിച്ച് ആസ് വെൽ ആസ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. സ്വിച്ചായിട്ടും പ്രൊട്ടക്റ്റീവ് ഡിവൈസായിട്ടും യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ.
Size of hammer is specified by, it is weight of the hammer ആണ്, weight of the hammer. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ, ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് കെപ്റ്റ് ചെയ്യുന്ന ഏത് പൊസിഷൻ? വെർട്ടിക്കൽ പൊസിഷൻ. സോഡിയം വേപ്പർ ലാമ്പ് ഗീവ്സ് വിച്ച് കളർ ഓഫ് ലൈറ്റ്? ഇറ്റ് ഇസ് യെല്ലോ കളർ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഹാസ് 3-pin ബയോണൈറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ. ദിസ് ഇസ് ഡൺ. എന്തിനായിരിക്കും? 3-pin ബയോണൈറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ ഉണ്ട് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിന്. ദിസ് ഇസ് ഡൺ ഫോർ ടു പ്രിവെൻറ്റ് റോങ് കണക്ഷൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ, ചോക്ക് ഈസ് ജനറലി യൂസ്ഡ് ഇൻ സീരീസ് വിത്ത് ഫ്ലൂറസൻ ട്യൂബ് സർക്യൂട്ട്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് പ്രിവെൻറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്? ഓക്കെ, ടു മേക്ക് ഹൈ വോൾട്ടേജ് ഫോർ കണ്ടക്ഷൻ. 38ാമത്തെ ക്വസ്റ്റ്യൻ, 3-phase ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂഷ്വലി കണക്റ്റഡ് ഇൻ 3-phase ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഏതാണ്? ഡെൽറ്റ സ്റ്റാർ. കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 60% ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഈസ് നോൺ ആസ്, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഏതായിരിക്കും? ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഇറ്റ് ഇസ് ഫ്ലക്സ് ഡെൻസിറ്റി. 41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ്? ഏത് ലാമ്പിനായിരിക്കും മോർ റെസിസ്റ്റൻസ്? വിച്ച് ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ്? 40 വാട്ടാണോ, 100 വാട്ടാണോ, 60 ആണോ, 15 ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, 15 വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അക്കാഡമിയിലാണ് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ വരാം. നമുക്ക് 10:30 ഒരു ക്ലാസ് ഉണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ലൈവ് ക്ലാസ്സിൻ്റെ വിവരം ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.